റിപ്പോർട്ടർ ബ്രേക്കിംഗ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ED. CMRL സേവനങ്ങൾ നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ വീണ ഹാജരാക്കാത്ത സാഹചര്യത്തിലാണ് ED വീണ്ടും സമൻസ് അയക്കുക. IT സേവനങ്ങൾ സംബന്ധിച്ച് CMRL പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ചയെന്നും അതിനാൽ രേഖകൾ സൂക്ഷിച്ചിട്ടില്ല എന്നുമാണ് വീണ മൊഴി നൽകിയത്. CMRL നിന്ന് ലഭിച്ച 2.78 കോടിയുടെ വിനിയോഗം സംബന്ധിച്ച മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ടായെന്ന് ED. SS ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനകളാണ് ED നൽകുന്നത്. എന്തൊക്കെ പൊരുത്തക്കേടുകൾ എന്ന് പറയുന്നു? മാധു, ഇന്നലെ 8.5 മണിക്കൂറോളമാണ് വീണ ടിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. അങ്ങനെ ചോദ്യം ചെയ്യലിൽ നിന്ന് ശേഖരിച്ച മൊഴികൾ വിലയിരുത്തിയ ശേഷമാണ് ഇപ്പോൾ അതിൽ പൊരുത്തക്കേടുകളുണ്ടെന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ED എത്തിയിരിക്കുന്നത്. വീണ ടി പ്രധാനമായും നൽകിയിരിക്കുന്ന മൊഴി താൻ സേവനം നൽകിക്കൊണ്ടാണ് ഈ 2.78 കോടി രൂപ CMRL നിന്ന് കൈപ്പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഈ സേവനം നൽകിയതിൻ്റെ എന്ത് തെളിവാണ് സമർപ്പിക്കാനുള്ളത്, ഹാജരാക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അതിൽ അത്തരത്തിലുള്ള രേഖകൾ താൻ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ള മറുപടി കൂടിയാണ് വീണ നൽകിയിരിക്കുന്നത്. വീണ പറഞ്ഞിരിക്കുന്നത് CMRL ഉദ്യോഗസ്ഥരുമായിട്ട് നേരിട്ടുള്ള ചർച്ചകളാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രേഖകൾ, ഒരു മീറ്റിംഗ് സംബന്ധിച്ചുള്ള രേഖകളൊന്നും തന്നെ സൂക്ഷിച്ചിട്ടില്ല. ഒപ്പം തന്നെ നിലവിൽ എക്സാലോജിക്ക് കമ്പനി പ്രവർത്തിക്കുന്നില്ല, അത് നേരത്തെ പൂട്ടിയതാണ്. ഈ കമ്പനി പ്രവർത്തിച്ച സമയത്ത് അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിൽ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തതിൻ്റെ അടക്കം ചില വിശദാംശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കമ്പനി പൂട്ടിയ സാഹചര്യത്തിൽ അത് വീണ്ടെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്നുള്ളത് കൂടിയാണ് വീണ EDക്ക് മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ED പറയുന്നത് അത്തരത്തിൽ വീണ പറയുന്ന കാര്യങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ അവർക്ക് ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു വിലയിരുത്തലിലേക്ക് എത്തേണ്ടി വരും. 2.78 കോടി രൂപ വീണ കൈപ്പറ്റിയത് സേവനം നൽകാതെയാണെന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അനുമാനത്തിലേക്ക് എത്തേണ്ടി വരുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഒരു കണ്ടെത്തൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നതിന് പുറമെ ഈ 2.78 കോടി എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ചോദ്യങ്ങളും വിവരങ്ങൾ നൽകിയത്. രേഖകൾ സൂക്ഷിച്ചിട്ടില്ല, നൽകിയ സേവനത്തിന് രേഖകൾ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് വീണ ടി നൽകിയ മറുപടി എന്നറിയുന്നു.